ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അംബികയുടെ ഗുണ്ടകൾ അംബികയെ വിളിച്ച് പറയുന്നത്, മേഡം അവർ ഈ ഏരിയയിൽ എങ്ങുമില്ല. എന്തോന്നാടാ നീയൊക്കെ പറയുന്നത്? അവരാ ഏരിയ വിട്ടു പോകാൻ ഒരു സാധ്യതയുമില്ല. നിങ്ങൾ ആ അടുത്തുള്ള റിസോർട്ടിലോ മറ്റോ ഒന്ന് തിരക്ക്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, രണ്ടിനെയും കൈ കിട്ടിയാൽ വെച്ചേക്കരുത്. അംബികയുടെ ആ ഗുണ്ടകൾ രാജുവും ഹൃദയം താമസിക്കുന്ന ഫോറസ്റ്റ് ബംഗ്ലാവിലോട്ട് വന്നിരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ രാവിലെ രാജുവും ഹൃദയം കൂടെ കുളിച്ചെല്ലാം ഒരുങ്ങി വാ നമുക്കിനി പോകാമെന്നും പറഞ്ഞ് അവർ പുറത്തോട്ടിങ്ങോട്ട് ഇറങ്ങി നടന്നു വരുവാണ്. അപ്പോഴാ ഗുണ്ടകൾ അങ്ങോട്ട് കയറി വരുന്നത് കണ്ടുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ മറിഞ്ഞു നിൽക്കുവാണ്. അവന്മാർ വന്ന് ആ റിസപ്ഷനിൽ ചോദിക്കുന്നത് രാജു കാണുന്നുണ്ട്. ഗുണ്ടകളെ കണ്ടിട്ട് ഹൃദയൻ രാജുവും മറിഞ്ഞു നിൽക്കുന്നത് നമ്മുടെ പാവം ആ റിസപ്ഷനിലെ ആ പ്രായമായ ആളും കാണുന്നുണ്ട്. രാജുവിനെയും ഹൃദയെ നോക്കിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെ ഇവിടെ ആരും വന്നിട്ടില്ല. ഒരാണും ഒരു പെണ്ണുമാണ് വന്നിരിക്കുന്നത്. ഇവിടേക്ക് തന്നെ ആയിരിക്കും അവർ വന്നിരിക്കുന്നത്. നിങ്ങൾ കള്ളം പറയുവാണെന്ന് തോന്നുന്നു. നിങ്ങൾ ആ രജിസ്റ്റർ ബുക്ക് ഇങ്ങോട്ട് കാണിച്ച്. നിങ്ങളെ ഈ രജിസ്റ്റർ ബുക്കൊന്നും കാണിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ലടാ. ഗുണ്ടയിൽ വന്ന ഒരുത്തൻ പറയുന്നത്, നിങ്ങൾക്കിവനെ ശരിക്കറിയില്ല. ഇവൻ ആരാന്നറിയാവോ? എത്ര കൊലയെ അവൻ ചെയ്തെന്നറിയാവോ? അത് കേട്ടിട്ട് പ്രായമായ മാനേജർ പറയുക, ഇവൻ എത്ര കൊല ചെയ്താലെന്താ, എനിക്കെന്താ? ഇവിടെ ഒരു പുല്ലും നടക്കാൻ പോകുന്നില്ല. നീ വിചാരിച്ചാൽ ഒരു ചുക്കും നടക്കത്തില്ല. നിങ്ങൾ പറയുന്ന പോലെ ഇവിടെ ആരും വന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. അത് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ. കൂടുതൽ ഗുണ്ടായുസൊന്നും ഇവിടെ കളിക്കണ്ട. അതൊന്നും ഇവിടെ ചിലവാകില്ല. നീ കൂടുതൽ എടുക്കണമെന്ന് തോന്നിയാലേ നിൻ്റെയൊക്കെ തലകൾ ദാണ്ട് ഈ ഫോറസ്റ്റിൽ കിടന്ന് ഉരുളും. അങ്ങനെ ആ ഗുണ്ടകൾ അവിടെ നിന്ന് പോവുകയാണ്. മറഞ്ഞു നിൽക്കുന്ന ഹൃദയൻ രാജുവിനെ നോക്കിയിട്ട് മാനേജർ പറയുന്നു, അവർ പോയി, ഇനി പോരെ, ഇനി മറിഞ്ഞു നിൽക്കണ്ട അവിടെ. രാജുവും ഹൃദയം വന്നിട്ട് ആ മാനേജരോട് പറയുന്നത്, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ നിങ്ങൾ എൻ്റെ 2 പെൺമക്കളെ പോലെ നിങ്ങൾ എന്നെ തേക്കുമായിരുന്നല്ലേ? അയ്യോ അങ്ങനെയല്ല സാർ. അപ്പോൾ നിങ്ങൾ ചുറ്റിക്കളിയായിരുന്നല്ലേ? അയ്യോ അല്ല സാറേ, ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നവരാ എന്നിങ്ങനെ ഹൃദിക സങ്കടത്തോടെ പറയുവാണ്. ഇതുവരെ നിങ്ങളുടെ കല്യാണവും കഴിഞ്ഞില്ലല്ലോ. ആ താലിമാലയും അപ്പോൾ വ്യാജമായിരുന്നല്ലേ? സങ്കടത്തോടെ ആ മാനേജർ പറയുക, മോള് ചങ്കിനിട്ട് തൊഴിക്കാൻ പോന്ന ആ അച്ഛൻ്റെ പേരെന്തുവാ? മറ്റൊന്നിനും അല്ല മോളെ, എനിക്കൊരു കൂട്ടുകാരനാകുമല്ലോ. രാജുവും ഹൃദയയും സങ്കടത്തോടെ അങ്ങനെ കുനിഞ്ഞു നിൽക്കുന്ന കണ്ടിട്ട് ആ മാനേജർ വീണ്ടും പറയുക, നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ, ഞാൻ തമാശ പറഞ്ഞതാ. നിങ്ങളെ കണ്ടാലറിയാം നിങ്ങൾ അത്തരക്കാരല്ലെന്ന്. രാജുവിനെ നോക്കിയിട്ട് പറയുന്നു, മോന് കിട്ടുന്ന പുണ്യമാണ് ഈ പെൺകുട്ടി. മോളെ അതുപോലെ തന്നെയാണ് മോക്ക് കിട്ടുന്ന ഭാഗ്യമാണിവൻ. പിന്നെ എനിക്കൊരപേക്ഷ മാത്രമേ ഉള്ളൂ നിങ്ങളോട്. മാതാപിതാക്കളുടെ കണ്ണുനീര് കാണാതെ വേണം നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത്. എങ്കിൽ നിങ്ങളെ ദൈവം നന്നായിട്ട് അനുഗ്രഹിക്കും. താങ്ക് യു അങ്കിളെ. ശരി, നിങ്ങൾ പോയിട്ട് വാ. അങ്ങനെ ഹൃദികൻ രാജു അവിടുന്ന് പോവുകയാണ്. ഹൃദികൻ രാജു ആ വഴിയിലൂടെ ഇങ്ങനെ വളരെ സന്തോഷത്തോടെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചിങ്ങനെ ഉല്ലസിച്ച് വരുവാണ്. രാജുവും ഹൃദികയും കയ്യോടെ പിടിക്കണമെന്ന് പറഞ്ഞ അംബിക പെട്ടെന്ന് കാറിൽ വന്നിരിക്കുവാണ് വീട്ടിലോട്ട്. ഹൃദിക എന്തുവായാലും ഈ സമയത്ത് വീട്ടിലെത്തി കാണത്തില്ല. ഇത് പ്രതാപനോട് പറഞ്ഞ് അവളെ ഇവിടെ നടിച്ചിറക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ സ്പീഡിൽ ഇങ്ങോട്ട് വരുവാണ്. അത് കണ്ടോണ്ട് യാമിനി അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. യാമിനിയെ ദേഷിച്ചിങ്ങനെ അംബികയെ നോക്കിയിട്ട്, എന്താ ചേച്ചി എന്നിങ്ങനെ പേടിച്ച് യാമിനി അംബികയെ നോക്കുവാണ്. ഹൃദിക എവിടെ? അത് ഹൃദിക മോള് എന്ന് പറഞ്ഞിട്ട് യാമിനിക്ക് ബാക്കിയൊന്നും പറയാൻ വയ്യാതെ ഇങ്ങനെ പേടിക്കുന്നുണ്ട്. എന്താ യാമിനി, അവൾ മാഞ്ഞു പോയോ? എന്നിട്ട് യാമിനി പേടിച്ചിങ്ങനെ നിൽക്കുന്ന കണ്ടോണ്ട് പറയുന്നു, അപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു ചെറിയമ്മയും മോളും കൂടി ഇല്ലേ എന്നും പറഞ്ഞ് ദേഷിച്ച് ഹൃദികയുടെ മുറിയുടെ വാതക്കലോട്ട് പോവുകയാണ് അംബിക. എടി ഋതികെ എന്ന് പറഞ്ഞ കഥകിലിട്ട് ആഞ്ഞ് തട്ടുവാണ്. അത് കണ്ടോണ്ട് യാമിനി ഓടി ചെല്ലുന്നുണ്ട്. എന്താ യാമിനി, ഋതിക ഇതിനകത്തില്ലേ? അപ്പോഴും യാമിനി ഒന്നും മിണ്ടുന്നില്ല. അംബിക വീണ്ടും ആ കഥകിലിട്ട് ആഞ്ഞടിച്ചിട്ട് ദീപക്കനെ വിളിക്കുന്നു. എടാ ദീപക്കെ, ഇങ്ങോട്ട് വന്നേ. ഈ മുറി പുറത്തുനിന്ന് പൂട്ടിയിരിക്കുവാണോ അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുവാണോ? നീ ഒന്ന് ചവിട്ടി തൊഴിച്ച് നോക്കിക്കേടാ. കേട്ട പാതി കേൾക്കാത്ത പാതി ആ പൊട്ടൻ ദീപക്ക് ആ ദൂരോട്ടിച്ചിട്ട് മാറി നിന്ന് സിനിമ സ്റ്റൈലിൽ ഓടി വന്ന കഥകിനെ ഒറ്റ തൊഴി ഇങ്ങനെ തൊഴിക്കുകയും അകത്തുനിന്ന് ഹൃതിയെ ഇങ്ങനെ ഡോറ് തുറക്കുകയും കൂടെ ആയിരുന്നു. ദീപക്ക് തെറിച്ച് മൂക്കിടിച്ച് പോയി അവിടെ അങ്ങ് വീഴുവാണ്. മൂക്കിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ദീപക്കിൻ്റെ അടുത്തോട്ട് അംബിക ഓടിച്ചെന്ന്, അയ്യോ എൻ്റെ പൊന്നുമോനെ വല്ലതും പറ്റിയോടാ. അത് കണ്ടിട്ട് യാമിനിക്കും ഹൃദയയ്ക്കും ചിരി അടക്കാൻ പറ്റുന്നില്ല. അവരങ്ങ് ചിരിക്കുവാണ്. യാമിനി പറയുക, അയ്യോ ചേച്ചി മൂക്കിടിച്ചാണല്ലോ വീണത്, എന്തെങ്കിലും പറ്റി കാണും. അപ്പോൾ അവരുടെ ആ കളിയാക്കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അംബികയ്ക്ക് സഹിക്കുന്നില്ല. അംബിക ഹൃതിയോട് ദേഷിക്കുവാണ്. ഞാൻ ഇത്രയും നേരം വിളിച്ചത് നീ കേട്ടില്ലായിരുന്നോ?
ഇല്ലമ്മായി, ഇന്നലെ രാത്രി പഠിക്കാൻ ഒത്തിരി ഉണ്ടായിരുന്നു. പഠിച്ച് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ മൂക്കും കുത്തി മൂക്ക് പിടിച്ച് നെഞ്ചുമൊക്കെ ഇടിച്ച മോനെയും പൊക്കിക്കൊണ്ട് അംബിക വരുമ്പോൾ ഋതിക പറയും, അയ്യോ പതുക്കെ. അത് കേൾക്കുമ്പോൾ അംബികയ്ക്ക് അങ്ങ് ദേഷ്യം വരുവാണ്. അങ്ങനെ അംബിക മോനെയും കൊണ്ട് റൂമിലോട്ട് പോവുകയാണ്. നേരം വെളുത്തപ്പോഴേ രമ്യ കെട്ടിയൊരുക്കി വന്നിട്ട് പ്രിയ ചേച്ചി എന്ന് വിളിക്കുവാണ്. അത് കേട്ടിട്ട് പ്രിയയും കൊച്ചമ്മണിയും ജയനും കൂടെ അങ്ങോട്ട് വരുക. എന്താ രമ്യ? അതെ, രാജു വന്നോ? രാജു ഇവിടെ ഇല്ലല്ലോ. ഇന്നലെ രാത്രി എങ്ങാനും രമ്യയെ വിളിച്ചിരുന്നോ? ഇല്ല. അതെ, വന്നില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന് എല്ലാം ഞാൻ അറിഞ്ഞു എന്നിങ്ങനെ പറയുമ്പോൾ കൊച്ചമ്മണി ചിരിച്ച് കളിയാക്കിക്കൊണ്ട് പറയുക, ഓ നീ തുള്ളി വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ കാര്യമായ കാര്യം ഉണ്ടെന്ന്. രാജു ഇന്നലെ കറക്കമായിരുന്നെന്ന് എനിക്കൊരു ന്യൂസ് കിട്ടി. കറക്കവോ? അതെ, എവിടെ? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ അവനും അവളും കൂടിയായിരുന്നു കറക്കം. പ്രിയ ചോദിക്കുവാ, അല്ല രമ്യയെ, രാജുവും ഋതികയും കൂടെ എവിടെ കറങ്ങിയെന്നാ പറയുന്നത്? കൊച്ചമ്മണി അത് കേട്ടിട്ട് പറയും, എന്തോ ഒരു മണ്ടൻ ചോദ്യം എവിളി ചോദിക്കുന്നത്. അവനൊരാണും അവളൊരു പെണ്ണും വലിയ കന്യാകുമാരിയിലോ പൊന്മുടിയിലോ ഒക്കെ പോയി കാണും. ജയൻ പറയാ, ഈ അളിയൻ്റെ കാര്യം ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ഋതിക മേഡത്തിനെ വേണ്ടാന്നും പറയും, പക്ഷേ ഋതിക മേഡത്തിനോടൊപ്പം കറക്കുവാ. കൊച്ചമ്മണി വലിയ ആലോചിച്ചിട്ട് പറയുക, എൻ്റെ ഒരു സംശയം പറഞ്ഞാൽ ഇത് ഗദറാണ്. ജയൻ ചോദിക്കുക, ഗദറോ? എടാ, ഗദർ എന്താന്ന് പോലും നിനക്കറിയത്തില്ലയോ? ഞാൻ മേട്ടുപ്പാളയത്തിലൊരു വീട്ടിൽ നിൽക്കുമ്പോഴേ അവിടുത്തെ മോലാളിയും ഒരു പെണ്ണും കൂടെ ഗദറായിരുന്നു. ജയം പറയുക, അയ്യോ ലിവിങ് ടുഗദർ. അതായി തള്ള പറയുന്നത്. ലോകത്തുള്ള സകല ഉടായ്പകളും ഈ തള്ളയ്ക്കറിയാം. എടാ, നിന്റെ അച്ഛനുണ്ടല്ല വേലിപ്പുറത്ത് വേലുവേലായുധൻ, അയാൾ ഒരിക്കലേ ഒരു തമിഴത്തിയായിട്ട് ഗദറായതാ. എന്നിട്ട് ഞാൻ അമ്മിക്കല്ലിന് ഇടിച്ചാ അതിനെ ഒതുക്കിയത്, അറിയാവോ? എടാ ജയ, ഇക്കാലത്തെ ഒരു ഗദറൊക്കെ ഉള്ളത് നല്ലതാ. അതാ ഇപ്പോൾ എല്ലാവരുടെയും അഭിപ്രായവും. എടി പ്രിയേ, ഈ തള്ള ഇങ്ങനെ പല വിവരദോഷവും പറയും. അതൊന്നും കേട്ടോണ്ട് നീ എൻ്റെ അടുത്തങ്ങ് സംശയിച്ച് വഴക്കിന് വരല്ലേ. കൊച്ചമ്മണി വീണ്ടും തീവ്രമായ ആലോചനയിലാണ്. എന്നിട്ട് പറയുക, ഈ രാജുവിൻ്റെ കാര്യത്തിൽ ഞാൻ ആലോചിച്ചിട്ട് ഈ ഗദറെ പറ്റത്തുള്ളൂ. ഒരു ചെറുപ്പക്കാരനും 2 പെൺകുട്ടികളും, 2 പേർക്കും രാജുവിനെ കെട്ടുകയും വേണം. ഒരാളെ കെട്ടിക്കോട്ടെ, ഒരാൾ ഗദറും ആയിക്കോട്ടെ. അത് കേട്ടിട്ട് രമ്യ ദേഷിച്ച് ജയനെ നോക്കുവാണ്. ജയൻ പറയാം, എൻ്റെ പൊന്നമ്മേ, നിങ്ങളത് വായടച്ച് നിൽക്ക്. ഓ, അവരുടെ ഒരു പ്രശ്നപരിഹാരം ഗദർ. അപ്പോൾ രാജു ബൈക്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാവരും കൂടെ കൂടി നിൽക്കുന്നത് കണ്ടപ്പോഴേ രാജുവിനറിയാം എന്തോ ചർച്ചയ്ക്കാണ്. ഇത് എന്നെക്കുറിച്ചുള്ള ചർച്ച തന്നെയാണ്. രാജു ആരെയും മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ജയൻ ഇങ്ങനെ ഒരു വലിയ ഫോമിൽ നിൽക്കടാ അവിടെ. അത് കേട്ടിട്ട് രാജു, അയ്യോ അല്ലളിയ, പ്രായത്തിൽ മൂത്തതാണ്, അതുകൊണ്ടങ്ങ് പറഞ്ഞു പോയതാ. അതുമാത്രമല്ല, ഞാൻ അളിയൻ്റെ മൂത്തളിയനും കൂടെ ആണല്ലോ, അത് വെച്ച് ഞാനങ്ങ് വിളിച്ചു പോയതാ. സോറി കേട്ടോ. രാജു ദേഷിച്ച് ജയനെ നോക്കുക. ആ സമയത്ത് രമ്യ പറയാ, മൂത്തളിയൻ സോറിയൊക്കെ പറയുമായിരിക്കും, പക്ഷെ എനിക്ക് സത്യം അറിയണം. രാജു ദേഷ്യത്തോടെ, എന്ത് സത്യം? മുണ്ടക്കയം കൊച്ചമണി ആ സമയത്ത് ഗോളടിക്കുവാണ്. ഒരു പെണ്ണിനെ മോഹിപ്പിച്ചിട്ട് ചതിക്കുന്ന തെറ്റാ മോനെ. പ്രിയ ചോദിക്കുന്നു, ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? എനിക്ക് പല ജോലികളും ഉണ്ടായിരിക്കും, ചിലപ്പോൾ എനിക്ക് രാത്രിയിൽ വരാൻ പറ്റിയെന്നും വരില്ല. രമ്യ ദേഷ്യത്തോടെ രാജുവിനോട് പറയുക, ആ മന്ത്രിയുടെ മോളുമായിട്ട് കറങ്ങി നടക്കുന്നതാണോ നിങ്ങളുടെ ജോലി തിരക്ക്? വായടക്കടി. ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയുക, എൻ്റെ പേഴ്സണലായ കാര്യത്തിൽ ഇടപെടാൻ ആരെയും ഞാൻ അനുവദിച്ചിട്ടില്ല. രാജു അങ്ങനെ പറയുമെന്ന് ആരും വിചാരിച്ചില്ല. എല്ലാവരും അങ്ങ് പേടിച്ച് തലകുനിഞ്ഞിങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് അംബികയുടെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. അംബികയെ കണ്ടതും രമ്യയ്ക്കൊരു വലിയ സന്തോഷവും ധൈര്യം വന്ന പോലെ രാജുവിനെ ഇങ്ങനെ നോക്കിയൊരു പേടിപ്പിക്കുന്ന ലക്ഷണത്തിൽ നിൽക്കുവാണ്. അംബിക 32 പല്ലുമൊക്കെ വെളിയിൽ കാണിച്ച് ചിരിച്ചോണ്ട് വന്നിട്ട് ചോദിക്കുന്നു, എല്ലാവരും ഉണ്ടല്ലോ, എന്താ ഇവിടെ ഒരു ഡിസ്കഷൻ? കൊച്ചമ്മണി പറയുക, ഒന്നുമില്ല മേഡം, ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു. അംബിക രാജുവിനെ ഒരു നോട്ടമൊക്കെ നോക്കിക്കൊണ്ട് ഒരാക്കി ചോദ്യമാണ്, എന്താ രാജു, നല്ല ക്ഷീണം ഉണ്ടല്ലോ, ഇന്നലെ രാത്രി എന്താ ഉറങ്ങിയില്ലയോ? ഞാൻ ഉറങ്ങിയോ ഇല്ലയോ എന്ന് അന്വേഷിക്കാനാണോ മേഡം രാവിലെ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കാതെ ആ രാജു പറയുക, ഇന്നലെ രാത്രി ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു, ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ രാത്രി രാജു ഇവിടെ ഇല്ലായിരുന്നില്ലേ? രാജുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നേ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അതെൻ്റെ കോളേജ് കാലത്തെ ഫ്രണ്ടാ മേഡം. അല്ല, ആ ഫ്രണ്ടിൻ്റെ വീട് എവിടെയാ? അതിവിടെ അടുത്ത് തന്നെയാണ്, ശാസ്തമംഗലം. ഈ രാജു പൊട്ടനല്ലാതെ വേറെ ആരെങ്കിലും ഇതിന് മറുപടി പറയുമോ? അല്ലെങ്കിൽ ശരിക്കും പറയണ്ടേ, എന്താ മേഡം വരുന്നുണ്ടോ, വാ അങ്ങോട്ട് കൊണ്ടുപോകാം, മുഖത്ത് നോക്കി പൊട്ടന് പറഞ്ഞുകൂടെ? എന്നിട്ട് അംബിക രാജുവിനെ ഒരു വല്ലാത്ത നോട്ടമൊക്കെ നോക്കിയിട്ട് രാജുവിൻ്റെ ബൈക്കിൽ പോയി നോക്കുവാണ്.
ആ ബൈക്കിൻ്റെ സൈലൻസറെ തൊട്ടിട്ട് പറയുന്നു, നല്ല ചൂടുണ്ടല്ലോ രാജു, ഇതൊരുപാട് ഓടിയ ലക്ഷണമുണ്ടല്ലോ. ഇത്രയൊക്കെ ഈ അംബിക പറഞ്ഞിട്ടും ഇവനൊരു പി ആണെന്ന് പറയുന്നു മന്ത്രിയുടെ. ഇവന് വിവരവും ബോധമില്ലേ? ഇവൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? ഇവനൊരാണല്ലയോ? മേഡത്തിന് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ രാവിലെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് ഞാൻ ഉറങ്ങിയോ, എൻ്റെ ക്ഷീണം എന്താ, എവിടാ എൻ്റെ ഫ്രണ്ട്, എൻ്റെ വണ്ടിയുടെ ചൂട് നോക്കുന്നു, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ എന്നിവന് മുഖത്ത് നോക്കി ചോദിച്ചുകൂടെ? അതിനൊക്കെ പകരം രാജു ഇങ്ങനെ പേടിച്ചൊരു ദാസനെ പോലെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ചെന്ന് തൊഴിക്കാൻ തോന്നുമോ? വേണുവേട്ടനും രാധമ്മയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. വേണുവേട്ടൻ പറയുക, പഴയ ബൈക്കല്ലേ മേഡം, അത് വേഗം ചൂടാകും. ആ വേണുവേട്ടനുള്ള ധൈര്യം പോലും ഈ രാജുവിനില്ല. രാധമ്മ പറയുന്നു, അംബിക മേഡം വാ അകത്തിരിക്കാം. വേണ്ട, ഞാൻ പോവുക എന്ന് പറയുമ്പോൾ വേണുവേട്ടൻ പറയുന്നു, മേഡം വെറുതെ വന്നതാവില്ലല്ലോ, ഞാനേ രമ്യയെ തിരക്കി വന്നതാ. രമ്യ അത് കേട്ടിങ്ങനെ ഞെട്ടുക. എടാ, എന്നെ എന്തിനാ തിരക്കി വരുന്നത്? അതെ, ഇവരുടെ ടൗണിലുള്ള വീട് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു കേട്ട് അതിനെക്കുറിച്ച് രമ്യയോട് സംസാരിക്കാൻ വേണ്ടി വന്നതാ. ഏത് വീട്, എപ്പോൾ വിൽക്കുന്നെന്ന് പറഞ്ഞ് ഒന്നും മനസ്സിലാകാതെ രമ്യ നിൽക്കുമ്പോൾ അംബിക പറയാ, രമ്യേ വാ. അപ്പോൾ രമ്യയ്ക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങ് പോവുകയാണ്. പോകുന്ന പോക്കിൽ അംബിക രാജുവിനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, ഒരു വല്ലാത്ത നോട്ടം. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ 8ൻ്റെ പണി എന്ന് പറയാതെ പറയുന്ന നോട്ടം. വേണുവേട്ടൻ പറയാം, അപ്പോൾ ഈ പരദൂഷണ കമ്മിറ്റിയെ ഇനി അങ്ങ് പിരിച്ചുവിടാറായില്ലേ? പത്മാവതിയെ കയ്യും കാലും ബന്ധിച്ച് ഒരു ഗുണ്ടയെ ഏൽപ്പിച്ച് ഇട്ടിരിക്കുവാണ്. അങ്ങോട്ട് ദീപക് അങ്ങോട്ട് വന്നിട്ട് ചിരിച്ചിട്ട് ചോദിക്കുന്നു, സുഖമല്ലയോ എൻ്റെ അമ്മായി? എന്താ തീപാർന്നൊരു നോട്ടം എൻ്റെ അമ്മായിക്ക്? പത്മാവതി ദേഷ്യത്തോടെ പറയുക, ഇങ്ങനെ കെട്ടിയിട്ടല്ലടാ ആണത്വം കാണിക്കേണ്ടത്. അതിന് നീ ആണല്ലോ. ആണുങ്ങളുടെ വില കളയാനുണ്ടായ ഒരു സത്വം. ദേണ്ടേ, എന്നോട് മര്യാദയ്ക്ക് നിങ്ങൾ സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ, നിങ്ങളെ ഒരു സ്ത്രീയാണെന്ന് പോലും ഞാൻ നോക്കത്തില്ല. നിങ്ങളുടെ കാരണം അടിച്ച് ഞാൻ പൊളിക്കും. എന്നാൽ നീ എന്നെ കൊല്ലടാ, എനിക്ക് മരിക്കുന്നതിന് യാതൊരു പേടിയുമില്ലടാ. അങ്ങനെ എനിക്ക് എൻ്റെ അമ്മായിയെ കൊല്ലാൻ പറ്റുമോ? ഞാൻ ചില നല്ല കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. മംഗളകാര്യങ്ങളാ. ഞാനൊന്ന് നിന്ന് കൊടുത്താൽ മതി. അമ്മയാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. നിൻ്റെ അമ്മ എന്തിനും പോന്നവളല്ലയോടാ. അവളെക്കുറിച്ചൊന്നും നീ എൻ്റെ അടുത്ത് വർണ്ണിക്കുകയൊന്നും വേണ്ട. എനിക്കറിയാവുന്ന അത്രയോ നിനക്ക് അവളെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. എൻ്റെ അമ്മയെക്കുറിച്ച് അനാവശ്യം വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ അവരെക്കുറിച്ച് നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പറയാനൊട്ട് ഞാൻ ആഗ്രഹിക്കുന്നുമില്ലടാ. എൻ്റെ അമ്മയെക്കുറിച്ച് ബഹുമാനത്തോടെ കണ്ടാലേ നിങ്ങൾക്ക് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാനൊരു മംഗളകാര്യം നടത്താൻ പോവാന്ന് അമ്മായിയോട് പറഞ്ഞില്ലേ? അത് അമ്മായിക്ക് അറിയണ്ടേ? എനിക്ക് നിൻ്റെ മംഗളകാര്യം അറിയേണ്ട കാര്യമില്ലടാ. നീ എൻ്റെ ആരാ? അമ്മായി, ഞാനേ പത്മായി അമ്മായിയുടെ മരുമകനാകാൻ പോവാ. ഛീ എന്ന് പത്മാവതി ആട്ടുവാണ് അവനെ. ഞാനും ഹൃദയം തമ്മിലുള്ള വിവാഹമേ ഉടനെ നടക്കും. എടാ, നീ ഒരു പാവപ്പെട്ട കൊച്ചിനെ പറഞ്ഞു പറ്റിച്ച് അവൾക്കൊരു കൊച്ചിനെയും കൊടുത്തില്ലേടാ. അത് എൻ്റെ കൊച്ചൊന്നും അല്ല. അതേടാ, എല്ലാവരും പറയുന്നുണ്ട് നിൻ്റെ മോന്ത പറിച്ചു വെച്ചിരിക്കും ആ കൊച്ചിനെന്ന്. അതല്ലെങ്കിലും അങ്ങനെ ഇങ്ങനെ കട്ടുണ്ടാകുന്ന കൊച്ചുങ്ങൾക്ക് ദൈവം ആ പണി തന്നെ കൊടുക്കും. അല്ല, പറഞ്ഞു നിങ്ങളങ്ങ് തകർക്കുവാണല്ലോ പെണ്ണുമ്പിള്ളെ. പത്മാവതി സത്യം പറഞ്ഞതാടാ. ഞാൻ നിങ്ങളുടെ ദേഹത്ത് കൈവെക്കാത്തതേ നിങ്ങളെൻ്റെ അമ്മായിയമ്മയാകാൻ പോകുന്നതുകൊണ്ട്. എടാ, നീ എൻ്റെ മോടെ ദേഹത്ത് കൈവച്ചാൽ ആ നിമിഷം നീ കരിഞ്ഞു പോവും. അവളുടെ ആ ചൈതന്യം ഉണ്ടല്ലോ, അത് ദൈവം കൊടുത്തതാ. ആ ചൈതന്യം തന്നെ നിന്നെ ഇല്ലാതാക്കും. നീ എൻ്റെ മകളെ കെട്ടുമെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോടാ. എന്നിട്ട് എന്തായി? നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മറ്റൊരു പെണ്ണിനെ കെട്ടി നാണം കെടേണ്ടി വന്നില്ലേടാ നിനക്ക്? കാലം സാക്ഷിയാണ് എല്ലാത്തിനും. ആ കാലം തന്നെ എല്ലാത്തിനും കണക്ക് ചോദിക്കൂടാ നിന്നോടും നിൻ്റെ അമ്മയോടും. നിങ്ങൾ എൻ്റെ അമ്മയുടെ നാത്തൂനായതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യാത്തത്. പിന്നെ അവൾ മഹാലക്ഷ്മി അല്ലയോടാ. എടാ, അവൾ യക്ഷിയാടാ, ചോര കുടിക്കുന്ന യക്ഷി. നിർത്തിക്കണം. എൻ്റെ അമ്മയെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്താ യോഗ്യത? എന്നാൽ യോഗ്യതയുള്ള നിൻ്റെ അമ്മയോട് പോയി ചോദിക്കടാ, മഹാദേവവർമ്മ എന്ന ആളിൻ്റെ പേരറിയാവോന്ന്? മഹാദേവവർമ്മയോ? അതേടാ, ആ പേര് പോയി നിൻ്റെ അമ്മയുടെ അടുത്ത് നീ ഒന്ന് പറഞ്ഞു നോക്ക്. അപ്പോൾ നിൻ്റെ അമ്മയൊരു ഉത്തരം പറയും. അപ്പോൾ അതും കൊണ്ട് നീ എൻ്റെ അടുത്ത് വാ. അപ്പോൾ ഫ്രണ്ട്സ്, അംബികയ്ക്കെതിരായുള്ള ഏതോ ഒരു വലിയ ബോംബാണ് പത്മാവതി ദീപക്കിൻ്റെ തലയിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ദീപക് ഒന്നും മനസ്സിലാകാതെ ആകെ ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുവാണ്. ദീപക് ചെന്ന് അംബികയോട് ചോദിക്കുമ്പോൾ അംബിക പറയുന്ന മറുപടി എന്താണെന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.